അമേരിക്കയിൽ ഇഞ്ചോടിഞ്ച്. ഇപ്പോൾ ജോ ബൈഡൻ 224, ഡൊണാൾഡ് ട്രംപ് 213, 270 മാന്ത്രിക സംഖ്യ. അതിലേക്കുള്ള പോരാട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് വരാൻ. ട്രംപിനൊപ്പം നിൽക്കുന്ന പ്രധാന സ്ഥലങ്ങൾ അലബാമ, ഇൻഡ്യാന, കെൻസാക്, ലൂസിയാന, മിസിസിപ്പി തുടങ്ങി ഉള്ള ഇടങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് കാലിഫോർണിയയാണ് ബൈഡനോടൊപ്പം പ്രധാനമായി നിന്ന് 55 ഇലക്ട്രൽ വോട്ടുകളാണ് അവിടെ ഉള്ളത്. അതാണ് ബൈഡൻ ഇത്രയും കരുത്ത് നൽകുന്നത്. അരിസോണ പിടിച്ചെടുക്കാനായി എന്നുള്ളത് 11 വോട്ട് പിടിച്ചെടുക്കാനായി എന്നുള്ളതാണ് ബൈഡന്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നത്. കൊളംബിയ ഇപ്രാവശ്യം ബൈഡനോടൊപ്പം വന്നു, അതും എടുത്ത് പറയണം. ന്യൂഹാംഷെയർ 4 ഇലക്ട്രൽ വോട്ട് ഉണ്ടെങ്കിലും അത് ബൈഡനോടൊപ്പം വന്നു. വെർജീനിയ അതും വന്നു. ഇതാണ് ബൈഡന് ഈ ഘട്ടത്തിൽ മുൻതൂക്കം നൽകുന്നത്. പക്ഷേ രണ്ടുപേരും അവകാശവാദവുമായി വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആദ്യം വന്നത് ജോ ബൈഡനാണ്. അത് ആ സമയത്ത് അമേരിക്കൻ മാധ്യമങ്ങളിലടക്കം ഒരു അഭ്യൂഹം ഉണ്ടായത് കൺസീഡ് ചെയ്യാൻ പോകുന്നു, ജോ ബൈഡൻ തോൽവി സമ്മതിച്ച് ട്രംപിന്റെ വിജയം അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ള ശക്തമായ അഭ്യൂഹങ്ങൾക്കിടെയാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ജോ ബൈഡൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്, തത്സമയം കാണിച്ചത്. എന്നാൽ അരിസോണയിലെ വിജയം അടക്കം ചൂണ്ടിക്കാട്ടി ഡെലവേറിലെ പാർട്ടി പ്രവർത്തകരെ അനുമോദിച്ച് വളരെ 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 ഗതിവേഗത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ജയിക്കാൻ ആവശ്യമായ കരുത്തുണ്ട്, ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടുകയാണ്, മുന്നോട്ട് തന്നെ എന്നുള്ള ആത്മവിശ്വാസമാണ് ജോ ബൈഡൻ പ്രകടിപ്പിച്ചത്. ഏതായാലും ഫ്ലോറിഡ അതേസമയം ബൈഡന്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ട്രംപിനോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ജോർജിയയിലും അതുപോലെ തന്നെ 96% വോട്ട് എണ്ണിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനിരിക്കുന്നത്. അയോവയിലും അതുതന്നെയാണ് അവസ്ഥ. ഏതായാലും തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ട്വീറ്റ് വന്നത്, ഞാനും താമസിയാതെ മാധ്യമങ്ങളെ കാണും എൻ്റെ വിജയം പ്രഖ്യാപിക്കാൻ എന്ന്. അതിനു പിന്നാലെ അടുത്ത ട്വീറ്റ്, ചിലർ നമ്മളിൽ നിന്ന് ജയം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പിന്നാലെ തന്നെ ട്രംപും മറു വെല്ലുവിളിയും മറുവാദവും ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും വളരെ ഉദ്യോഗജനകമായ അവസ്ഥയിലേക്ക് നേരത്തെ പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടി ഒരുപക്ഷെ അതിനേക്കാൾ ക്ലോസ് ആയി നീങ്ങുകയാണ്. രാവിലെ തുടങ്ങുമ്പോൾ ഒരു വലിയ മുന്നേറ്റം ജോ ബൈഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പോപ്പുലർ വോട്ടിൽ ട്രംപ് മുന്നിട്ട് നിൽക്കുമ്പോൾ പോലും ജോ ബൈഡൻ ഇലക്ട്രൽ കോളേജ് സീറ്റുകൾ ഇങ്ങനെ വാരിക്കൂട്ടി. കാലിഫോർണിയ എണ്ണിയതോടുകൂടി 200 കടന്ന് 209 എത്തി. പക്ഷെ പിന്നാലെ ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് അഥവാ ബാറ്റിൽ ഗ്രൗണ്ട് പോപ്പുലർ വോട്ടിലായി ഇപ്പോൾ ബൈഡനാണ് മുന്നിൽ 49.9. അത് ഒപ്പം എത്തുകയാണ് ചെയ്തത്. 48.5 ഡൊണാൾഡ് ട്രംപിനും. ഏതായാലും ഈ സ്വിംഗ് സ്റ്റേറ്റ്സിൽ ചിലത് പിടിച്ചെടുക്കും എന്ന് കരുതിയിരുന്ന ബൈഡന് അവിടെ നിരാശയായിരുന്നു ഫലം. നോർത്ത് കരോലൈന ഏതാണ്ട് തീരുമാനം ആകുന്നു. അതുപോലെ തന്നെയാണ് 94% എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം പെൻസിൽവേനിയയിൽ പ്രഖ്യാപനം ഉണ്ടാവില്ല, പക്ഷെ വളരെ മുന്നിൽ ആണ് ഡൊണാൾഡ് ട്രംപ് പെൻസിൽവേനിയയിലും ഉള്ളത്. പെൻസിൽവേനിയയിലെ ഈ തപാൽ വോട്ടുകൾ എണ്ണുന്നതിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് അവിടുത്തെ തപാൽ വോട്ട് എണ്ണുന്നത് മാറ്റി 12%-ലേറെ വ്യത്യാസം ഇപ്പോൾ തന്നെ ട്രംപിനുണ്ട്. ഏതായാലും ഒപ്പത്തിനൊപ്പം അതല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് എന്നുള്ള തരത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ഈ സ്വിംഗ് സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ കൗണ്ടിംഗ് കഴിയുന്നതോടുകൂടി ഏറെക്കുറെ തീരുമാനമാകും എന്ന് തന്നെയാണ് നമ്മോടൊപ്പം US നിന്ന് ചേർന്ന അതിഥികളും ചൂണ്ടിക്കാട്ടിയത്. 4 സീറ്റുകളാണ് അവർ പറഞ്ഞത്, മിഷിഗൻ അടക്കം ഉള്ളവ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടഞ്ഞാൽ ട്രംപിന് തോൽവി സമ്മതിക്കേണ്ടി വരും. പക്ഷേ നഷ്ടപ്പെടും എന്ന് കരുതിയിരുന്ന സീറ്റുകളിൽ പിടിച്ചു നിന്നത് ആണ് ട്രംപിന് ഗുണം ചെയ്തത്. തൽക്കാലം സരുൺ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഓരോ സ്റ്റേറ്റിനെയും ഡീറ്റെയിൽസിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ പോകാൻ സരുൺ കൂടി ചേരുന്നു പ്രതീക്ഷിക്കുന്നു. സരുൺ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ ഇഞ്ചോടിഞ്ച് എന്ന ഈ അർത്ഥത്തിലും പറയാൻ പറ്റുള്ളൂ. ഇരു കൂട്ടരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ട്രംപിന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എതിരാളികൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ സ്വാഭാവികമായും വലിയ ടെൻഷൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. എന്താണ് നിലവിലെ കണക്കുകൾ? ക്ലൈമാക്സ് എന്തെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ ചില സ്റ്റേറ്റുകളിൽ, പെൻസിൽവാനിയ അടക്കമുള്ള സ്റ്റേറ്റുകളിൽ ഇനിയും നിരവധി വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഡെമോക്രാറ്റുകൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന ചില സ്വിംഗ് സ്റ്റേറ്റുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ഒന്ന് നോർത്ത് കാരോലിന. നോർത്ത് കാരോലിനയിലും നേരിയ വ്യത്യാസം മാത്രമേ. ഞാൻ സരുണിലേക്ക് തിരിച്ചു വരാം. കാരണം സംസ്ഥാനത്തും അതീവ സങ്കീർണമായ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് CBIയുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ കടിഞ്ഞാൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ CBIക്ക്
സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം എന്നുള്ള വാർത്തയാണ് വരുന്നത്. മന്ത്രിസഭാ യോഗത്തിൻ്റെത് ആണ് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന്റെ സുപ്രധാന തീരുമാനങ്ങളുമായി വരുന്നു. വി അരുൺ ചേരുകയാണ്. അരുൺ, ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യുമെന്നും പ്രത്യേകിച്ച് ലൈഫ് മിഷനിൽ CBI അന്വേഷണം തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാരിനെ ചൊടിപ്പിച്ചത്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അരുൺ? പ്രദീപ്, ഏകദേശം 1.5 മാസം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ആദ്യം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. തൊട്ടു പിന്നാലെ കഴിഞ്ഞ ആഴ്ച CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ സമാന ആവശ്യം ഉന്നയിച്ചു. CBI രാഷ്ട്രീയമായി കേസുകൾ ഏറ്റെടുക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ കേസുകൾ ഏറ്റെടുക്കുന്നു. സർക്കാരിന് CPM-നും ഇടതുമുന്നണിക്കും അത് ഏറ്റവും അധികം വെല്ലുവിളിയായത് പ്രദീപ് സൂചിപ്പിച്ച പോലെ ലൈഫ് ക്രമക്കേടിലെ വടക്കാഞ്ചേരി ലൈഫ് ഭവന പദ്ധതി നിർമ്മാണ ക്രമക്കേടിലെ CBI അന്വേഷണമാണ്. കോൺഗ്രസ് MLA അനിൽ അക്കരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം CBI കേസ് ഏറ്റെടുത്തു. ഇതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചെയ്ത മാതൃകയിൽ സംസ്ഥാനത്തും CBIയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. നയപരമായ തീരുമാനം ഇടതുമുന്നണി അറിയിക്കുകയും ഇന്ന് CPM എന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം ആ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇനി സംസ്ഥാനത്ത് കോടതികളുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ കേസുകൾ ഏറ്റെടുക്കാൻ CBIക്ക് കഴിയില്ല. നേരത്തെ 2017 ഒരു പൊതു സമ്മതി പത്രം CBIക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ കേസുകൾ ഏറ്റെടുക്കാനും സംസ്ഥാനത്ത് അന്വേഷണം നടത്താനും ഉള്ള പൊതു സമ്മതി പത്രം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ആ സമ്മതി പത്രം പിൻവലിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നു. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു എക്സിക്യൂട്ടീവ് ഓർഡർ സർക്കാർ പുറത്തിറക്കും. അതോടുകൂടി CBIക്ക് നൽകിയിട്ടുള്ള 2017 നൽകിയ പൊതു സമ്മതി പത്രം ഇല്ലാതാകും. ഇനി ഭാവിയിൽ CBIക്ക് കേസെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി അല്ലെങ്കിൽ കോടതികളുടെ നിർദ്ദേശം വേണം. മറ്റൊന്നുള്ളത്, നിലവിൽ CBI അന്വേഷിക്കുന്ന കേസുകൾക്ക് ഈ തീരുമാനം തടസ്സമാകില്ല. ലൈഫ് പദ്ധതിയിലെ ക്രമക്കേട് അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയുടെ വിലക്ക് നീങ്ങിയാൽ, ഹൈക്കോടതിയുടെ വിലക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ആ വിലക്ക് നീങ്ങിയാൽ CBIക്ക് അന്വേഷണമായി മുന്നോട്ട് പോകാം. മറ്റു കേസുകളും CBI സംസ്ഥാനത്ത് അന്വേഷിക്കുന്ന പെരിയ അടക്കമുള്ള മറ്റു കേസുകളിലും CBIക്ക് അന്വേഷണം തുടരാം. ഭാവിയിലുള്ള ഒരു കേസും സംസ്ഥാന സർക്കാർ അനുമതിയില്ലാതെ CBIക്ക് ഏറ്റെടുക്കാനാകില്ല. അതാണ് ഈ തീരുമാനത്തിന്റെ പരിണിതഫലം. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ നിർണായകമായ ഒരു മൂവാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഇടയാക്കിയ വലിയ ഒരു മൂവ്. അതെ, കഴിഞ്ഞ ദിവസം CPM നേതാക്കൾ അടക്കമുള്ളവർ കേന്ദ്ര ഏജൻസികൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. സൂപ്പർ ഗവൺമെന്റ് കളിക്കാനാണ് ശ്രമിക്കുന്നതെന്നുള്ള വലിയ വിമർശനം MV ഗോവിന്ദൻ ഉയർത്തിയിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു. പരിമിതിയും എല്ലാം വിട്ട് കളിക്കുകയാണ്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വ്യാപകമായ പരിശോധനയും ലൈഫ് മിഷന് പിന്നാലെ CBI ലൈഫ് മിഷന് വിശദാംശങ്ങൾ തേടിയതിന് പിന്നാലെ ശിവശങ്കറിനെ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ വൻകിട പദ്ധതികൾ, അതായത് സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരത്തെ വിവിധ പദ്ധതികളും അടക്കമുള്ളവയുടെ ഫയൽ നോട്ടിങ്ങുകളും തേടിയിരുന്നു. ഇതാണ് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി. അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ തന്നെ CBI നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കടിഞ്ഞാട് ഇടുന്ന തീരുമാനങ്ങളുണ്ടായിരുന്നു. അതിന്റെ ചൂട് പിടിച്ച് തന്നെയല്ലേ ഈ തീരുമാനം, അതിന്റെ ചൂട് പിടിച്ച ഈ തീരുമാനം വരുമ്പോൾ അത് നിയമപരമായി അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ക്ലോസുകൾ, മറ്റു വിവരങ്ങൾ? നിയമപരമായ മറ്റൊരു തടസ്സവും സർക്കാർ മുന്നിൽ ഇതുണ്ടാകില്ല. കാരണം സംസ്ഥാന സർക്കാരിന് CBIയുടെ പ്രവർത്തനം, കാരണം CBI രൂപീകരിച്ചത് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഡൽഹിയിലും CBIക്ക് യഥേഷ്ടം കേസുകൾ ഏറ്റെടുത്ത് അന്വേഷണം നടത്താം. സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ അനുമതി പത്രം നൽകണം. അങ്ങനെ ഒരു പൊതു അനുമതി പത്രം സംസ്ഥാനത്ത് 2017 CBIക്ക് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ആ അനുമതി പത്രത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ പെരിയ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലൈഫിലെ ഈ അന്വേഷണത്തിലേക്ക് CBI എത്തിയത്. ആ പൊതു സമ്മതി പത്രം പിൻവലിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റ് നിയമപരമായ തടസ്സങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം, എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംസ്ഥാനത്തിന്റെ നയപരമായ തീരുമാനങ്ങളെ പോലും ബാധിക്കുന്നു, അതിനെപ്പോലും ചോദ്യം ചെയ്യുന്നുവെന്ന അഭിപ്രായം സംസ്ഥാന സർക്കാരിലും ഇടതുമുന്നണിയിലും ശക്തമാണ്. അത് തടയാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും കാര്യം വന്നോ എന്ന കാര്യത്തിൽ അല്പം വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അതിന് നിയമവഴിയാണ് സർക്കാർ തേടുന്നത്. ലൈഫിൽ CBI തടഞ്ഞതുപോലെ കോടതിയിൽ പോയി അതിനും തടസ്സമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ വന്നതായി ഇതുവരെയും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അരുണാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ വീണ്ടും അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഉദ്യോഗത്തിലേക്ക് തന്നെ കടക്കുന്നു അല്ലേ? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. എന്തായാലും US-ൽ നിന്ന് മാധ്യമപ്രവർത്തകയായ ദക്ഷിണ തെക്കേക്കളത്തിൽ ചേരുന്നു. ദക്ഷിണ ഇന്ത്യക്കാർക്ക് സുപരിചിതയായ ടെലിവിഷൻ ജേർണലിസ്റ്റാണ്. ടൈംസ് നൗവിലും പിന്നീട് CNN News 18ലും, അന്ന് CNN IBN ആയിരുന്നു എന്ന് തോന്നുന്നു,
ചെന്നൈയിലും പിന്നീട് തിരുവനന്തപുരത്തും പ്രവർത്തിച്ചിരുന്നതാണ്. ദക്ഷിണ ഇപ്പോൾ മേരിലാൻഡിലാണുള്ളത്. ദക്ഷിണ, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. താങ്ക് യു പ്രദീപ്. ദക്ഷിണ, എന്താണ് അവിടെ ചൂട് ഏറി നിൽക്കുന്ന സാഹചര്യമാണോ? ഇപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? ഈസ് ഇറ്റ് ജോ ബൈഡൻ ഓർ ഡൊണാൾഡ് ട്രംപ്? അമേരിക്ക മാത്രമല്ല ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രദീപ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ആസ് യു നോ, അമേരിക്കയിൽ അസോസിയേറ്റ് പ്രസ് ആണ് ഒരു ഇലക്ഷൻ കോൾ ചെയ്യുന്നത്. അവരാണ് ഒഫീഷ്യലായിട്ട് പല അനൗൺസ്മെന്റ്സും ആൻഡ് ഫൈനൽ അനൗൺസ്മെന്റ് ആരാണ് നെക്സ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നതും. അപ്പോൾ അസോസിയേറ്റ് പ്രസ് ഒരു ഫൈനൽ അനൗൺസ്മെന്റ് നടത്താതെ നമുക്ക് ആർക്കും ഒരു കൃത്യമായ പ്രവചനം ഇവിടെ നടത്താൻ പറ്റില്ല. പക്ഷേ വൺ തിങ് ഇസ് ക്ലിയർ, ഇറ്റ്സ് നോട്ട് എ ലാൻഡ് സ്ലൈഡ് ഫോർ ജോ ബൈഡൻ. പല പോൾസും, രാജ്യം ഒട്ടാകെയുള്ള പോൾസും ജോ ബൈഡന് വളരെയധികം മുന്നേറ്റം കൊടുത്തിരുന്നെങ്കിൽ പോലും സാധാരണ അമേരിക്കൻ ജനത ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വീക്ഷിക്കുന്നു? അവർക്ക് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? കൊറോണ വൈറസ് പാൻഡമിക് ആണോ, ഇക്കോണമി ആണോ, അതോ വർഗീയതയാണോ, ലൈക് റേസിസം ആണോ എന്നുള്ളതിനുള്ള വലിയൊരു അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നമ്മൾ പിന്നെയും വീക്ഷിക്കേണ്ടിയിരിക്കുന്നു, പിന്നെയും നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡെമോക്രാറ്റ്സ് പിന്നെയും വാദിച്ചത് ത്രൂ ഔട്ട് ദ ക്യാമ്പയിൻ ദാറ്റ് കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ പ്രസിഡന്റ് ട്രംപ് കൊറോണ വൈറസ് പാൻഡമിക് എങ്ങനെ കൈകാര്യം ചെയ്തു, വളരെ മോശമായി തന്നെ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പല നഷ്ടങ്ങളും ഉണ്ടായി എന്നാണ് ജോ ബൈഡൻ പലപ്പോഴും പല ക്യാമ്പയിൻസിലും ഇൻക്ലൂഡിംഗ് ദ ഡിബേറ്റ്സിൽ വാദിച്ചത്. ആൻഡ് ദേ തോട്ട് this election will be the final word of the American public against President Trump for his handling of the coronavirus pandemic. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ അത് തിരിച്ചും കൊറോണ വൈറസ്, അദ്ദേഹത്തിന് തന്നെ കൊറോണ വൈറസ് വന്നു ഒരു മാസം മുമ്പ്. പക്ഷേ ഇതെല്ലാം കവിഞ്ഞും he has tried to shift the whole narrative favoring him. അദ്ദേഹം പിന്നെയും അത് കഴിഞ്ഞ റാലീസ് പറഞ്ഞത് ഒന്നാണ്, കൊറോണ വൈറസ് പാൻഡമിക് ഒരു വേറെ ടേൺ എടുക്കാണ് അമേരിക്കയിൽ, ഇത് നമ്മൾ ഓവർകം ചെയ്യും, നമ്മൾ ഇക്കോണമി പിന്നെയും ഗ്രേറ്റ് ആകും. അങ്ങനെ ഒരു പോസിറ്റീവ്, ഒരു ഓപ്റ്റമിസ്റ്റിക് വ്യൂ ആണോ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടത് എന്ന് നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ദർ ഇസ് സംതിങ് ഓൾസോ കോൾഡ് ദ പാൻഡമിക് ഫറ്റീഗ്. നിരീക്ഷകർ പറയുന്നത് മാതിരി അമേരിക്കൻ ജനതയ്ക്ക് എന്താണ് ഇവിടെ പ്രാധാന്യം തോന്നിയത്, എങ്ങനെയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ റിസൾട്ടോടുകൂടി വരുന്നത്. പക്ഷേ അല്പം മുമ്പ് ബൈഡൻ വലിയ ആത്മവിശ്വാസത്തിൽ അണികളെ അഭിസംബോധന ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഉണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഉണ്ടെങ്കിൽ അതെന്താണ്? രണ്ട് പാർട്ടിക്കാരും ക്ലിയർ ആയിട്ട് ഒരു തോൽവി സമ്മതിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തയ്യാർ തന്നെയല്ല. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ വന്ന് അവരുടെ സപ്പോർട്ടേഴ്സിനെ അഭിസംബോധന ചെയ്തത്. ജോ ബൈഡൻ സെഡ് ദാറ്റ് നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ഓൾസോ താങ്ക്ഡ് ഓൾ ഓഫ് ഹിസ് സപ്പോർട്ടേഴ്സ് for this support and sincerity towards the Democrat campaign. പക്ഷേ അത് കഴിഞ്ഞ തൊട്ട് തന്നെ പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തു that അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പുറത്തു വരുമെന്ന്, and also a sort of allegation that they are stealing our election. So അങ്ങനത്തെ ഒരു ടോൺ ഓഫ് വോയിസ് ആണ് പ്രസിഡന്റ് ട്രംപ് കുറെ റാലികളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ നൈറ്റ് തന്നെ അല്ലെങ്കിൽ തൊട്ടു വരുന്ന ദിവസം തന്നെ ഒരു പൂർണ്ണമായ ഫലം ലഭിക്കണം, ഇല്ലെങ്കിൽ ഫ്രോഡ്സിനും ബാക്കി കുറെ കോംപ്ലിക്കേഷൻസിനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ടോൺ ഓഫ് വോയിസ്. വൈൽ ഇൻ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് the vice president Joe Biden has been saying that ഒരു ഇലക്ഷന്റെ ഫലം നിർണ്ണയിക്കുന്നത് സ്ഥാനാർത്ഥികളല്ല, ഒരു ജനതയാണ്, അമേരിക്കൻ ജനതയാണ് ഇൻ ദിസ് കേസ്. അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അപ്പൊ രണ്ട് പാർട്ടിക്കാരും തീർച്ചയായും ഒരു ക്ലിയർ പിക്ചർ ഓഫ് തോൽവിയോ അങ്ങനെയുള്ള ഒരു മെസ്സേജ് തരാൻ തയ്യാർ തന്നെയല്ല. ദക്ഷിണ, ഒരു മിനിറ്റ് ഞാൻ ദക്ഷിണയിലേക്ക് തിരികെ വരാം. ഏറ്റവും പുതിയ ചില വിവരങ്ങളിലേക്ക് ദിവസങ്ങൾ വേണ്ടി വരും എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ വോട്ടെണ്ണലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ബൈഡന് നിലവിലുള്ള മുൻതൂക്കത്തിന് കാരണം അരിസോണ പിടിച്ചതാണ്. അരിസോണയിലെ 11 ഇലക്ടറൽ വോട്ടുകൾ കഴിഞ്ഞ തവണ ട്രംപിന് ലഭിച്ചതാണ്. അത് വലിയ വ്യത്യാസമുണ്ടാക്കി. ബൈഡനോടൊപ്പം നിലവിൽ കാലിഫോർണിയയിൽ 55 ഇലക്ടറൽ കോളേജ് സീറ്റ്, കൊളറാഡോയിലെ 9, കണക്ടിക്കറ്റിലെ 7, ഡെലവെയറിലെ 3, കൊളംബിയയിലെ 3, ഹവായിലെ 4, ഇലിനോയിലെ 20, മേരിലാൻഡിലെ 10, മാസാച്യുസെറ്റ്സിലെ 11, ന്യൂ ഹാംഷയറിലെ 4, ന്യൂജേഴ്സിയിലെ 14, ന്യൂ മെക്സിക്കോയിലെ 5, ന്യൂയോർക്കിലെ 29, ഓഗനിലെ 7,
റോഡ് ഐലൻഡിലെ 4, വെർമൗണ്ടിലെ 3, വെർജീനിയയിലെ 13, വാഷിംഗ്ടണിലെ 12 എന്നിങ്ങനെയാണ് ഇലക്ടറൽ കോളേജ് വോട്ടുകൾ പോയത്. ട്രംപിനൊപ്പം നിലവിൽ അലബാമ 9 സീറ്റുണ്ട്, അർക്കൻസായിലെ 6 ഇലക്ടറൽ കോളേജ് വോട്ടുകളുണ്ട്, ഐഡാഹോയിലെ 4, ഇന്ത്യാനയിലെ 11, കൻസാസിലെ 6, കെൻടക്കിയിലെ 8, ലൂയിസിയാനയിലെ 8, മിസിസിപ്പിയിലെ 6, മിസൗറിയിലെ 6, നെബ്രാസ്കയിലെ 5, നോർത്ത് ഡക്കോട്ടയിലെ 3, ഒഹായോയിലെ 18, ഓക്ലഹോമയിലെ 7, സൗത്ത് കാരോലൈനയിലെ 9, സൗത്ത് ഡക്കോട്ടയിലെ 3, ടെനസിയിലെ 11, യൂട്ടയിലെ 6, വെസ്റ്റ് വിർജീനിയയിലെ 5, വയോമിങ്ങിലെ 3 എന്നിങ്ങനെയാണ്. ദക്ഷിണ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് കോവിഡ് നിൽക്കുമ്പോൾ തന്നെ ട്രംപാണ് ഏറ്റവും വലിയ ഭീഷണി. നേരത്തെ ദക്ഷിണ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപിനെ മാറ്റണം, ട്രംപ് മാറിയാലേ അമേരിക്ക രക്ഷപ്പെടൂ എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണമാണ് ഡെമോക്രാറ്റുകൾ അഴിച്ചുവിട്ടത്. ട്രംപ് തിരിച്ചടിച്ചത് അമേരിക്കയെ മുന്നോട്ട് നയിക്കാൻ, യഥാർത്ഥ അമേരിക്കയെ വീണ്ടെടുക്കാൻ, അമേരിക്കക്കാരൻ്റെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ താൻ തന്നെ വരണം എന്നാണ്. എന്ന് മാത്രമല്ല, വയസ്സൻ സ്ഥാനാർത്ഥിയാണ് ജോ ബൈഡൻ എന്ന് തുറന്നടിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇത്രയധികം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ട്രംപിനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിനോടൊപ്പം നിന്ന് സ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടും ജോ ബൈഡന് തോൽവി വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഊർജ്ജസ്വലനല്ലാത്ത, ചെറുപ്പക്കാരനല്ലാത്ത, ഒട്ടും ഡൈനാമിക് അല്ലാത്ത പ്രചാരണം നടത്തിയ ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെടുമോ? Well, one thing is clear, ഇത് ജോ ബൈഡന്റെ അവസാന അറ്റംപ്റ്റ് ആയിരുന്നു പബ്ലിക് സർവീസിൽ. പ്രദീപിന് അറിയുന്ന പോലെ തന്നെ അദ്ദേഹം 40ഓളം കാലം അമേരിക്കൻ പബ്ലിക് സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. 8 years he was the vice president along with President Barack Obama. അപ്പോൾ അങ്ങേർക്ക് ഒരു വലിയൊരു ഹിസ്റ്ററി ഓഫ് സർവീസ് ഉണ്ട്. പക്ഷേ ദിസ് വാസ് ഹിസ് ഡിഫൈനിങ് മൊമെന്റ്, ദിസ് ഇസ് നൗ ഓർ നെവർ എന്ന സിറ്റുവേഷൻ തന്നെയായിരുന്നു ജോ ബൈഡന്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും പറയുന്നതും ഇനി പറയാൻ പോകുന്നതും ഒന്ന് തന്നെയാണ്, that they did their best. അവരാൽ കഴിയുന്ന വിധം ക്യാമ്പയിൻസും ചെയ്തു, സപ്പോർട്ട് പിടിച്ചു പറ്റാൻ നോക്കുകയും ചെയ്തു. പക്ഷെ വൺ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഹിയർ ഇസ് ദാറ്റ് കൊറോണ വൈറസ് പാൻഡമിക് നടന്നതോടുകൂടി ഡെമോക്രാറ്റ്സ് ക്യാമ്പയിൻസ് ഒരു സ്റ്റെപ്പ് ബാക്ക് തന്നെ ചെയ്തു. ബിക്കോസ് അവരുടെ ഫിലോസഫി, അവരുടെ പോളിസീസ് വെച്ച് നോക്കുകയാണെങ്കിൽ this is a pandemic, mask ഇടണം, social distancing ചെയ്യണം, and lock down the country. ഇതൊക്കെയാണ് അവരുടെ അപ്രോച്ച്. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ has always been against lockdown. He did lock down the country for few months in fact, but then he has always urged that lockdown എന്നുള്ളൊരു സിനാരിയോ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ. അതുമൂലം തന്നെ റിപ്പബ്ലിക്കൻസ് ക്യാമ്പയിൻസും ആ ഒരു അപ്രോച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നാം അറിയാൻ കഴിയുന്നത്, സിൻസ് ഈ പാൻഡമിക്കിന്റെ നടുവിലായാൽ പോലും കുറെ റിപ്പബ്ലിക്കൻ വോളണ്ടിയേഴ്സ് ലോക്കൽ ലെവൽസിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ വേ ഈച്ച് പാർട്ടി ഓർ ഈച്ച് ക്യാമ്പയിൻ ഡിഡ് ദ ക്യാമ്പയിൻസ്, അത് ഈ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം വലിച്ചു, ജോ ബൈഡനും ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ഏതായാലും കുറച്ചുകൂടി അപ്ഡേറ്റ്സുമായി സരൺ കൂടി ചേരുന്നു. സരൺ, ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഫ്ലോറിഡ നിലനിർത്താനായത് ട്രംപിന് ഒരു വലിയ നേട്ടമായി. അരിസോണ ബൈഡനോടൊപ്പം ചേർന്നത് ബൈഡനും അവകാശപ്പെടാവുന്ന നേട്ടം. മാത്രമല്ല കൊളംബിയ, ന്യൂഹാംഷെയർ എന്നിവ ബൈഡനോടൊപ്പം വന്നു. അങ്ങനെ നമ്മൾ എടുത്തു പറയുമ്പോൾ അപ്രതീക്ഷിതമായി വന്നതോ അല്ലെങ്കിൽ കിട്ടിയതോ കാര്യങ്ങൾ ബൈഡന് കിട്ടിയതോ ട്രംപിന് കിട്ടിയത് എങ്ങനെയാണ് നമ്മൾ അതിന് കാണേണ്ടത്? ഈ ഘട്ടത്തിൽ മുഴുവനായിട്ടില്ല എന്നറിയാം, വന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാം, എന്നാലും ഇരു ഭാഗങ്ങളിലും നേട്ടങ്ങൾ എന്തൊക്കെ, നഷ്ടങ്ങൾ എന്തൊക്കെ? ഗോപി, തീർച്ചയായും ഡെമോക്രാറ്റ് ക്യാമ്പിന് വലിയ നഷ്ടവും വലിയ നിരാശയുമാണ് ഫ്ലോറിഡ എന്ന് പറയുന്ന സംസ്ഥാനം. 2016 ഹിലരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപും 2 പോയിന്റ് മാത്രം വ്യത്യാസമുണ്ടായിരുന്ന സംസ്ഥാനം. ഇവിടെ ബൈഡന് ഹിലരിയേക്കാൾ വോട്ട് കുറയുന്നൊരു സാഹചര്യമുണ്ടായി. ബൈഡന് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഈ സീനിയർ സിറ്റിസൺസിന്റെ വോട്ട് മുഴുവൻ ബൈഡന് കിട്ടും. കാരണം കോവിഡ് പ്രതിസന്ധി കാലത്ത് ഇവർ ട്രംപിന് വളരെ എതിരായിരുന്നു എന്നൊരു വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ബൈഡന് ഈ സംസ്ഥാനത്ത് മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ടെക്സസ് എന്ന സംസ്ഥാനം, ടെക്സസ് ഇക്കുറി ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് മാറും. അവിടെ കൂടുതൽ യങ് വോട്ടർമാർ വന്നു എന്നുള്ള വിലയിരുത്തലുകളും ഈ യങ് വോട്ടർമാരുടെ വോട്ട് മുഴുവൻ ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് മാറിപ്പോവും എന്നുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും
ടെക്സസിലും അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. ടെക്സസും ട്രംപിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. നോർത്ത് കാരോലിനയിലും ഒഹയോയിലും ഒക്കെ ഡെമോക്രാറ്റുകൾ വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ സംസ്ഥാനങ്ങളിലും വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. നോർത്ത് കാരോലിനയിൽ മാത്രമാണ് അല്പമെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ഇപ്പോൾ പറയാൻ നമുക്ക് സാധിക്കുന്നത്. പെൻസിൽവാനിയ ഇക്കുറി ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് ചായുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പെൻസിൽവാനിയയിൽ ഇനി കൗണ്ടിംഗ് അവസാനിക്കണമെങ്കിൽ ഇനിയും 2 ദിവസം എടുക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അരിസോണയിൽ മാത്രമാണ് ഇപ്പോൾ ബൈഡൻ ക്യാമ്പിന്, ഡെമോക്രാറ്റ് ക്യാമ്പിന് വലിയൊരു ആശ്വാസം. ഏതാനും കാലമായി അരിസോണ റിപ്പബ്ലിക്കൻ പക്ഷത്തിന്റെ കയ്യിലായിരുന്നു. ഇവിടെ നിന്ന് അരിസോണ പിടിച്ചെടുത്തത് ബൈഡൻ ക്യാമ്പിന് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ ഈ പെൻസിൽവാനിയയിലും അതുപോലെ തന്നെ ജോർജിയ, നോർത്ത് കരോലിന, മിഷിഗൺ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെ ലീഡ് നിലനിർത്തി ഇവിടെ വിജയിക്കാനായാൽ ട്രംപിന് രണ്ടാമതൊരു ഊഴം കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതല്ലെങ്കിൽ ഈ ഏർലി വോട്ടും അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണിക്കഴിയുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാനായാൽ ബൈഡൻ ഇക്കുറി അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനുള്ള ഒരു സാഹചര്യവും സരുൺ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടുകൾ, മുൻപ് ചെയ്ത വോട്ടുകൾ, അതിൻ്റെ എണ്ണവും വലുതാണ്. അത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടി നമുക്ക് ദക്ഷിണയോട് ചോദിക്കാം. പക്ഷേ അതിഥിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വളരെ വാർത്താ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അമേരിക്കൻ ഇലക്ഷൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേരളത്തിലും വലിയ ഡെവലപ്മെൻറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം അമേരിക്കയിൽ നിന്നും നമ്മളൊന്ന് കേരളത്തിലേക്ക് വരുന്നു. ബിനീഷ് കോടിയേരിയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ബിനീഷിൻ്റെ മരുതൻകുഴിയിലെ വീട് ഉൾപ്പെടെ തിരുവനന്തപുരത്തെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി അനുവാണ് ചേരുന്നത്. അനു, മനസ്സിലാക്കുന്നിടത്തോളം ഏതൊക്കെ ഇടങ്ങളിലാണ് റെയ്ഡ്? ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരേ സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണോ റെയ്ഡ്? എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഗോപി, ബാംഗ്ലൂരിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ബിനീഷുമായി ബന്ധമുള്ള ഇടങ്ങളിലും അവരുടെ വീടുകളിലും റെയ്ഡ് നടത്തുകയാണ്. ഇപ്പോൾ പ്രധാനമായും തിരുവനന്തപുരത്ത് 6 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ബിനീഷിന്റെ വീടാണ്. മരുതൻകുടിയിലാണ് ഈ വീട്. ഈ വീട്ടിൽ കഴിഞ്ഞ മാസം വരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ താമസിച്ച വീടാണ്. ഈ വീട്ടിലടക്കമുള്ള 6 ഇടങ്ങളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ പരിശോധന നടത്തുന്നത്. ബിനീഷിന്റെ വീട്, ഇതുകൂടാതെ കാർ പാലസ് ഉടമ ലത്തീഫിന്റെ കവടിയാറുള്ള വീട്, ലത്തീഫിന്റെ കേശവദാസപുരത്തുള്ള കട, സ്റ്റാച്ചു ചെറുക്കളം റോഡിലെ അനന്തപത്മനാഭൻ എന്ന ആളുടെ ടോറസ് റെമഡീസ് എന്ന് പറയുന്ന സ്ഥാപനം, അരുൺ വർഗീസ് എന്നയാളുടെ പട്ടം സെന്റ് മേരീസ് സ്കൂളിനടുത്തുള്ള ഓഫീസ്, അരുവിക്കര അൽജസാം എന്ന് പറയുന്ന ആളുടെ വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന. ഈ അൽജസാം ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് മാൻപവർ സപ്ലൈ ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന് ഈ ആഡംബര കാറുകളുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെ തന്നെ EDയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വളരെ കൃത്യമായ ഒരു സമഗ്രമായ ഒരു പരിശോധനയാണ് തുടരുക. കാരണം സമഗ്രമാണെന്ന് പറയാൻ കാരണം മറ്റൊന്നും കൂടിയുണ്ട്. ബിനീഷിന്റെ അല്ലെങ്കിൽ അനൂപ് മുഹമ്മദിന്റെ കണ്ണൂരിലെ വീട്ടിലും ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മനുവാണ് ചേരുന്നത്. മനു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മുഹമ്മദ് ഹനസ് ബിനീഷ് കോടിയേരിയുടെ സ്ഥാപനത്തിന്റെ പാർട്ണറായിരുന്നു. ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്ഥാപനം ഇവർ രണ്ടുപേരും ചേർന്നാണ് 2015 ആരംഭിച്ചത്. പിന്നീട് ഇത് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയില്ല. രജിസ്റ്റർ ചെയ്ത് 2 വർഷം പ്രവർത്തിച്ചു. പക്ഷേ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അതുപോലെ ബന്ധപ്പെട്ട ധനകാര്യ മന്ത്രാലയത്തിനും ഒന്നും കണക്കുകൾ സമർപ്പിക്കാത്തതോടുകൂടി ഈ സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദായി. ഏതായാലും ഈ അനസും ബിനീഷും ചേർന്ന് നടത്തിയ ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഈ അനൂപ് മുഹമ്മദിന് പണം നൽകിയത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതൊരു ഹോട്ടൽ തുടങ്ങാനാണ് എന്ന 6 ലക്ഷം രൂപയാണ് നൽകിയതെന്നായിരുന്നു ആദ്യത്തെ വിശദീകരണമെങ്കിലും ബിനീഷ് കോടിയേരിയുടെ വിശദീകരണമെങ്കിലും അതിൽ കൂടുതൽ തുകയുണ്ട് എന്ന സംശയം ED മുന്നോട്ട് ആ ഘട്ടത്തിൽ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഈ പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്നാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. രാവിലെ 8:30 മുതൽ ഇവർ ഈ അനസ് വലിയ പറമ്പത്തിന്റെ ധർമ്മടം ബോട്ട് ജെട്ടിക്ക് തൊട്ടു മുന്നിലുള്ള ഈ വീട്ടിൽ പരിശോധനകൾ നടത്തുകയാണ്. അതിന് പരിസരത്ത് നിന്ന് കിട്ടിയ കടലാസുകളും ഒക്കെ എടുത്തവർ വിശദമായി പരിശോധിക്കുന്നു. ഏതൊരു ബാഗ് അവിടെ പകുതി കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന തരത്തിലുള്ള വളരെ വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. ഈ അന്വേഷണ സംഘം രാവിലെ 8:30 ഇത് ആരംഭിച്ചത്. അനസുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ഉണ്ടാകും എന്ന സൂചനയും ഉണ്ട്. ഏതായാലും ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, ഇതെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിന് വിധേയമാകുന്നു എന്ന
എന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യേസു വളരെ വിപുലമായൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രദീപ്. ഒരു ഭാഗത്ത് തിരുവനന്തപുരത്ത് 6ഓളം ഇടങ്ങളിൽ റെയ്ഡ്, കണ്ണൂർ അനസിന്റെ വീട്ടിൽ റെയ്ഡ്, ഇതേ സമയത്ത് തന്നെ ബാംഗ്ലൂരിൽ ബിനീഷിനെ ചോദ്യം ചെയ്യൽ തുടരുകയുമാണ്. അവിടെ നിന്ന് കിരണാണ് ചേരുന്നത്. കിരൺ, ഇ ഡി സംഘം കേരളത്തിലെത്തി ഇന്നലെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത്. ഇത്രയധികം ഉദ്യോഗസ്ഥർ, കർണാടക പോലീസ്, CRPF സംഘങ്ങൾ, ഇവരെല്ലാവരും കൂടി വളരെ പെട്ടെന്ന് ഒരുപാടിടങ്ങളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ബാംഗ്ലൂരിൽ ചോദ്യം ചെയ്യൽ, അത് സംബന്ധിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് കിരൺ വിവരങ്ങൾ? ഗോപി, ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇത് ബിനീഷ് കോടിയേരി 6ാം ദിവസമാണ്. ചോദ്യം ചെയ്യുന്നത് 7ാം ദിവസമാണ്. ഏകദേശം ഇത്രയും ദിവസമായിട്ട് 48 മണിക്കൂറിലടക്കം ബിനീഷിനെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ബിനീഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ 2012 മുതൽ 19 വരെയുള്ള കാലയളവ് 5 കോടി 17 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ബിനീഷ് നടത്തിയിരുന്നു. എന്നാൽ ഇത് ആദായനിധിക്ക് നൽകിയ കണക്കുകളുമായി യോജിച്ചു പോകുന്നില്ല. ഈ സമ്പത്ത് ലഹരിക്കടത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്നാണ് ഇ ഡിയുടെ നിഗമനം. ഇതിനനുസരിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ ഇ ഡി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇ ഡി ഒറ്റയ്ക്ക് ഒരു അന്വേഷണം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ച ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബിനീഷ് വിവിധ ബിനാമി ഇടപാടുകൾ ബംഗളൂരുവിലും തിരുവനന്തപുരത്തും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ബിനാമി ഇടപാടുകൾ നടത്തായും ഇവർക്ക് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതാണ് ബിനീഷിന്റെ ബന്ധപ്പെട്ട തിരുവനന്തപുരത്തും കണ്ണൂരിലും പല സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കാനുള്ള പ്രധാന കാരണമായി തന്നെ പറയുന്നത്. അതുപോലെ തിരുവനന്തപുരത്തെ 4 സ്ഥാപനങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ ഇ ഡി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. UAFX സൊല്യൂഷൻസ്, കാർ പാലസ്, ക്യാപിറ്റോ ലൈറ്റ്സ്, KK റോക്സ് ക്വാറി, ഈ 4 സ്ഥാപനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് കൂടുതൽ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 സ്ഥാപനങ്ങൾക്കും ബിനീഷിന്റെ ബെനാമി ഇടപാടെന്ന് ബിനീഷിന്റെ ഉടമസ്ഥയിൽ തന്നെയാണ് ഇതിൽ പലതും എന്നുള്ള സംശയമാണ് പ്രധാനമായും ഇ ഡിക്കുള്ളത്. അത്തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കിരൺ ബാബു, തുടരുക. ചെറിയ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്, അതിലേക്ക് പോയിട്ട് മടങ്ങിയെത്താം. കൂടുതൽ ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച വിവരങ്ങൾക്കായി. ബിനീഷ് കോടിയേരിയുമായി ബേനാമി ഇടപാടുകൾ ഇല്ല എന്ന ഇ ഡി പരിശോധന നടത്തുന്ന ടോറസ് റെമഡീസിന്റെ ഉടമ അനന്തപത്മനാഭൻ. നേരത്തെ ബിനീഷിന് സ്ഥാപനത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു, എന്നാൽ പിന്നീട് മുഴുവൻ ഓഹരികളും താൻ വാങ്ങിയെന്നും ബിനീഷുമായി ഇപ്പോൾ ബന്ധമില്ലെന്നും അനന്തപത്മനാഭൻ ന്യൂസ് 18നോട് പറഞ്ഞു. കമ്പനി 2015 വരെ ബിനീഷ് അതിനൊരു ഡയറക്ടർ ആയിരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് റിട്ടയർഡായി. ആ കമ്പനി ഞാനും എന്നാണ് നടത്തുന്നത്. ഒരു ഇതുമില്ല. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണ്. ഓഡി അക്കൗണ്ട് ഉള്ളതാണ്, അക്കൗണ്ട്സ് എല്ലാം അതാണ്, ടാക്സ് എല്ലാം അർപ്പിച്ചുള്ളതാണ്. 2015 വരെ ബിനീഷ് ആ കമ്പനി ഡയറക്ടർ ആയിരുന്നു. അത് ROCയിൽ നോക്കിയാലും കിട്ടും. പിന്നെ അവരെല്ലാവരും ആ കമ്പനിയിൽ നിന്ന് മാറി കമ്പനി ഡിസോൾവ് ചെയ്യുന്ന വരെ ഞാൻ ആ കമ്പനി ഏറ്റെടുത്തു. ഞാൻ അത് 4 വർഷമായിട്ട് അടയ്ക്കുന്നു. ഇൻകം ടാക്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ്. വലിയ ടേൺ ഓവർ എന്നുള്ള കമ്പനിയൊന്നും അല്ല. അത് ടാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, പേപ്പർ എല്ലാം ക്ലിയർ ആണ്. യെസ്, ഇപ്പോൾ അനു കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അനു, ഏതായാലും ഇത് വലിയൊരു വിഷയം തന്നെയാണ്. കിരൺ ബാബു ലൈനിലുണ്ടെങ്കിൽ, കിരൺ ബാബു, ഈ ആദ്യ ദിവസങ്ങളിൽ ഇ ഡി പറഞ്ഞിരുന്നതും ഒടുവിൽ കസ്റ്റഡി നീട്ടണം എന്നുള്ള അപേക്ഷ കോടതിയിൽ നൽകിയപ്പോഴും പറഞ്ഞത് ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നും പല വിവരങ്ങളും വെളിപ്പെടുത്തുന്നില്ല എന്നുമാണ്. ഇതിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ അവിടുന്ന് ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇതുവരെയെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ ചോദ്യം ചെയ്യലിന് എത്തുകയോ മറ്റു വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രദീപ്, ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം, ആദ്യഘട്ടത്തിൽ ആദ്യം ബിനീഷ് കോടിയേരിയെ കസ്റ്റഡിയിലിരുന്ന 4 ദിവസങ്ങളിലും അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി നിസ്സഹകരണമായിരുന്നു പുലർത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ ഉദ്യോഗസ്ഥരിൽ ലഭിച്ച സൂചന അനുസരിച്ച് ആ നിസ്സഹകരണത്തിൽ ചെറിയ അയവ് വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണ സഹകരണത്തിലേക്ക് എത്തിയില്ലെങ്കിലും നേരത്തെ സ്വീകരിച്ച നിലപാടല്ല ഇപ്പോൾ ബിനീഷ് സ്വീകരിക്കുന്നത്. ബിനീഷിന് അങ്ങനെ പൂർണ്ണമായും എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തന്നെ സമാന്തരമായ രീതിയിൽ അവർ മറ്റ് തെളിവുകളും ശേഖരിച്ചിരുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ നിന്നും ഈ ആദായ നികുതി വകുപ്പിൽ നിന്നും ഇത്തരം തെളിവുകൾ ശേഖരിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബിനീഷിന്റെ അഭിഭാഷകനെ കാണാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ അഭിഭാഷകനെ കാണുമ്പോൾ ഈ സമയത്ത് ഇ ഡിയുടെ 3 ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് അഭിഭാഷകരെ കണ്ടത്. ഈ പുറത്തിറങ്ങി വന്ന അഭിഭാഷകരോട് നമ്മൾ ചോദിച്ചിരുന്നു, ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ ബിനീഷിനോട് ഈ ഉദ്യോഗസ്ഥർ പെരുമാറിയെന്ന് പരാതിയുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു എന്നെ കണ്ടത്, അതുകൊണ്ട് തന്നെ എത്തരം കാര്യങ്ങൾ എൻ്റെ കക്ഷിക്ക് തുറന്നു പറയാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടായിരിക്കാം പറയാതിരുന്നത്. അതിന് ഏതെങ്കിലും ഒരു കൃത്യമായ ഉത്തരം അദ്ദേഹം പറഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ
US തെരഞ്ഞെടുപ്പിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അതിഥികൾ ഇപ്പോഴും തുടരുകയാണ്. ദക്ഷിണ തെക്കേക്കളത്തിൽ മേരിലാൻഡിൽ ഉണ്ട്. അതുപോലെ തന്നെ US അനലിസ്റ്റും കോളമിസ്റ്റുമായ നിർമ്മൽ എബ്രഹാം കൂടി നമ്മോടൊപ്പം ചേരുമ്പോൾ ഒരു വാർത്തയിലേക്ക് കൂടി, കേരളത്തിലെ വാർത്തയിലേക്ക് കൂടി പോയിട്ട് ഇവരിലേക്ക് നമുക്ക് പോകാം. വയനാട് ബാണാസുര മലയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വേൽമുരുകന്റെ മൃതദേഹം കാണാൻ ബന്ധുക്കൾക്ക് അനുമതി. മൃതദേഹം തിരിച്ചറിയാൻ അനുവദിക്കില്ലെന്ന് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് അനുമതി നൽകിയത്. വയനാട് കളക്ടറാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയത്. മരിച്ചത് വേൽമുരുകൻ ആണെങ്കിൽ മൃതദേഹം വിട്ടുകിട്ടണം എന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അതേസമയം മൃതദേഹം കാണാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? സംഘർഷത്തിന് ഇടയായ സാഹചര്യം എന്താണ്? പ്രദീപ്, ഇവിടെ രാവിലെ മുതൽ തന്നെ പോലീസ് വലിയ ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരും മാധ്യമങ്ങളും അല്ലാത്ത ആരെയും തന്നെ മോർച്ചറി പരിസരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. അപ്പോഴാണ് KPCC ഉപാധ്യക്ഷൻ T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ 4 കോൺഗ്രസ് നേതാക്കൾ മോർച്ചറി പരിസരത്തെത്തിയത്. ഇവർ മൃതദേഹം കാണിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. എന്നാൽ പോലീസ് അതിന് തയ്യാറായില്ല. തുടർന്ന് ഇവർ മോർച്ചറിക്ക് മുന്നിൽ തന്നെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് ബാരിക്കേഡിന് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. MP അടക്കം ുള്ളവരെത്തി. എന്തു തന്നെയായാലും ഈ മോർച്ചറിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് പോലീസ് എടുത്തു. പോലീസ് ഇക്കാര്യത്തിൽ കർശന നിലപാട് തന്നെയാണ് തുടരുന്നത്. ഈ ബന്ധുക്കളല്ലാത്ത ആരെയും തന്നെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കേണ്ടതില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ മൃതദേഹം കാണാൻ അനുവാദം നൽകുന്ന കാര്യം ആലോചിക്കാം എന്നൊരു നിലപാട് മാത്രമാണ് പോലീസ് എടുത്തത്. അക്കാര്യത്തിലും ഇതുവരെയും ഉറപ്പൊന്നുമില്ല. ഈ കൊല്ലപ്പെട്ട വേൽമുരുകന്റെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ പാലക്കാട് കഴിഞ്ഞു. അവർ വന്ന് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. 2 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഒപ്പം തന്നെ ഇവരുടെ DNA പരിശോധനയും നടത്തുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട വേൽമുരുകനാണെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തുമെന്ന് ഇന്നലെ തന്നെ വയനാട് കലക്ടർ പറഞ്ഞിരുന്നു. ഈ വയനാട് ജില്ലാ ഭരണകൂടം ഇവർക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കാണാനുള്ള അനുമതി കൊടുക്കാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് ഫാക്സ് സന്ദേശം അയച്ചത്. തുടർന്ന് ജില്ലാ കലക്ടർ ഇവർക്ക് അനുമതി നൽകുകയായിരുന്നു. ബന്ധുക്കൾക്ക് മൃതദേഹം കാണാനൊക്കെയുള്ള അനുമതി നൽകുകയായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തന്നെയാണ് പ്രദീപ് സാധ്യത. അത് കഴിഞ്ഞ് നിർത്താമല്ലോ. നിങ്ങളെന്താ പോലീസ് രാജാവോ? ഒരു കാരണവശാലും ശരിയല്ല. ഒരു ബോഡി കാണാൻ വരുമ്പോ ആരോട്ടെ നിങ്ങൾ എന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രതിഷേധം വളരെ ഗൗരവത്തോടുകൂടി പറയുന്നു. ഞങ്ങൾ മാവോയിസ്റ്റുകളെ അനുകൂലിക്കാൻ വേണ്ടി വന്നവരല്ല. അത് ആദ്യം തന്നെ പറയുന്നു. ഇവിടെ വയനാട്ടിലൊരു എൻകൗണ്ടർ ഉണ്ടായി. അതിൽ പോലീസ് ഭാഷ്യം ഞങ്ങൾ സംശയിക്കുന്നു. ആ സംശയം നിവാരണം വരുത്താൻ ഞങ്ങൾ ഇവിടെ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. പിന്നെ ആ ബോഡി ഒന്ന് കാണണം. ആ ബോഡി കാണുന്നതിന് വേണ്ടി പോലീസിനോട് ഇവിടെ നിന്ന് അനുവാദം ചോദിച്ചാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നാട്ടിൽ സംഘർഷവും പരിശോധനയും നടക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി US തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാം. 3 സ്റ്റേറ്റുകളാണ് ഇനി നിർണായകമായിട്ടുള്ളത്: പെൻസിൽവേനിയ, നെവാദ, മിഷിഗൻ. പെൻസിൽവേനിയയിലെ അവസ്ഥ 58% വോട്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞത്. പക്ഷേ അവിടെ വലിയ മുൻതൂക്കമുണ്ട്. 7 ലക്ഷം വോട്ടുകൾക്ക് ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് നിൽക്കുകയാണ്. ചെറിയ പ്രതീക്ഷ ഡെമോക്രാറ്റുകൾക്കുണ്ടായിരുന്നു എങ്കിൽ അതിന് വലിയ സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത്. നെവാദയിൽ 77% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും ബൈഡന് ലീഡ് 3 ലക്ഷം മാത്രം. കഴിഞ്ഞ തവണ ട്രംപ് നേരിയ ഭൂരിപക്ഷത്തിന് തോറ്റ സ്റ്റേറ്റ് ആണ് നെവാദ. മിഷിഗണിൽ 64% വോട്ട് എണ്ണിക്കഴിഞ്ഞു. ട്രംപിന് 3 ലക്ഷം വോട്ടാണുള്ളത്. കഴിഞ്ഞ തവണ 0.25% വോട്ടിനാണ് ട്രംപ് ജയിച്ചത്. 16 ഇലക്ടറൽ വോട്ടുകളാണ് മിഷിഗണിൽ ഉള്ളത്. ഈ 3 സ്റ്റേറ്റുകളിലും കൂടി 42 ഇലക്ടറൽ കോളേജ് വോട്ടുകളാണുള്ളത്. ഇതാവും ഏറ്റവും നിർണായകം. നമ്മോടൊപ്പം നിർമ്മൽ എബ്രഹാം ചേരുകയാണ്. നിർമ്മൽ അനലിസ്റ്റാണ്, US അനലിസ്റ്റാണ്, കോളമിസ്റ്റാണ്. നിർമ്മൽ, എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ രസകരമായ ആവേശകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണോ കൗണ്ടിംഗ്? ഇപ്പോൾ നിർമ്മൽ ഒരു പ്രവചനത്തിന് ധൈര്യപ്പെടുമോ?
തീർച്ചയായിട്ടും ട്രെൻഡ്സ് ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കും എന്നുള്ള പ്രവചനത്തിൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നമുള്ളത് ഈ ഇലക്ഷനിൽ മറ്റ് ഇലക്ഷനിൽ ഇല്ലാത്തൊരു പ്രത്യേകത മെയിൽ ഇൻ ബാലറ്റ്സ് ആണ്. ഇപ്പം മെയിൽ ഇൻ ബാലറ്റ്സിൽ ട്രംപ് അവകാശപ്പെടുന്നതും ഒരു പക്ഷേ സത്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം, ഒരുപാട് വോട്ടർ ഫ്രോഡ് നടന്ന ഹിസ്റ്ററി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. ഈ വർഷം തന്നെ ഫോർ എക്സാമ്പിൾ ന്യൂ ജേഴ്സിയിൽ നടന്ന ഓൾ മെയിൽ ഇൻ ഇലക്ഷൻ ഉണ്ട്. ഈ മെയിൽ നടന്ന ന്യൂ ജേഴ്സിയിൽ നടന്ന ഓൾ മെയിൽ ഇൻ ഇലക്ഷൻ, അവിടെ ഫ്രോഡ് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വിർജീനിയയിൽ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രധാന വ്യത്യാസം ആളുകൾ അറിയേണ്ടത് ആബ്സെന്റി ബാലറ്റും മെയിൽ ഇൻ ബാലറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ആബ്സെന്റി ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വോട്ടർ ആണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് പോയി വോട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ സ്പെസിഫിക്കലി റിക്വസ്റ്റ് ചെയ്താൽ എൻ്റെ പേരിൽ എനിക്ക് വരുന്ന ബാലറ്റാണ് ആബ്സെന്റി ബാലറ്റ്. അവിടെ ജെന്യുവിനിറ്റി ഉണ്ട്, ഫ്രോഡ് നടക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ മെയിൽ ഇൻ ബാലറ്റ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പ്രിന്റ് ഔട്ട്സ് അടിച്ച് പുറത്തോട്ട് വിടുകയാണ്. ഇപ്പൊ വിർജീനിയയിലുള്ള ഒരു കേസ് ഞാൻ പറയാം. വിർജീനിയയിൽ മരിച്ചുപോയ വോട്ടർമാരുടെ പേരിൽ ഇത് ചെന്നിട്ടുണ്ട്. വീട്ടിലുള്ള പെറ്റ്സ്, അതായത് പൂച്ചയുടെ നായയുടെ വരെ പേരിൽ ഇത് ചെന്നിട്ടുണ്ട്. സോ അതിൽ സംശയിക്കേണ്ടതില്ലേ എന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ 223 സീറ്റ്സ് ഫോർ ജോ ബൈഡൻ, 213 ഫോർ ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞ ഒരുപാട് ടെൻഷൻ അടുപ്പിക്കുന്ന, ഫോർ എക്സാമ്പിൾ രണ്ട് സപ്പോർട്ടേഴ്സിന് ടെൻഷൻ അടുപ്പിക്കുന്ന സ്വിംഗ് സ്റ്റേറ്റ്സിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. എല്ലാ സ്റ്റേറ്റ്സിലും ഒഹായോ, മിഷിഗൻ, വിർജീനിയ, വിസ്കോൺസിൻ, അതുപോലെ വലിയ സ്റ്റേറ്റ്സ് ആയ ഫ്ലോറിഡ, ടെക്സസ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ 142 ഇലക്ട്രൽ വോട്ട്സ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതായത് ജമ്പ് ചെയ്ത് മൊത്തം. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ പലതും കിട്ടിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്, കാരണം ഉറപ്പിച്ച് കഴിഞ്ഞ സീറ്റ്സ് ഉണ്ട്. വലിയ ഡിസപ്പോയിന്റ്മെന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരിസോണയാണ്. റിപ്പബ്ലിക്കൻ സ്ട്രോങ് ഹോൾഡായ ആരിസോണ ഇത്തവണ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ മൂന്ന് കാര്യത്തിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൈഡനെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥലങ്ങളിലാണ് ഇനി പ്രധാനമായിട്ട് റിസൾട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അത് ഒന്ന് ന്യൂ ഹാംഷെയറിൽ ആകെ 4 ഇലക്ട്രൽ വോട്ട്സ് ആണുള്ളത്. ലേറ്റ് ആയിട്ട് കൗണ്ടിങ് തുടങ്ങിയ, എന്നാൽ ഒരു 77% കൗണ്ടിങ് കഴിഞ്ഞ നെവാഡയിൽ അദ്ദേഹത്തിന് 6 ഇലക്ട്രൽ വോട്ട്സും അതുപോലെ തന്നെ ആരിസോണയിൽ 11 ഇലക്ട്രൽ വോട്ട്സും ആണുള്ളത്. അപ്പൊ എങ്ങനെ പോയാലും 21 വോട്ട്സ് കൂടെ അദ്ദേഹത്തിന് കിട്ടാനുള്ളൂ. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇരു കൂട്ടരും ഓരോ സ്റ്റേറ്റ്മെന്റ്സ്, ഇപ്പോൾ ഡെലവെയറിൽ വെച്ച് ജോ ബൈഡൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ജോ ബൈഡൻ സ്റ്റേറ്റ്മെന്റ് വെക്കുന്നു. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസ് എന്ന സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ഇലക്ഷൻ ജയിക്കും. ഈ ട്രെൻഡ് കണ്ടാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ ബൈഡൻ ജയിക്കാൻ. വി വിൽ വിൻ അൺലെസ് ദി ഇലക്ഷൻ ഇസ് സ്റ്റോളൻ. അത് പറയാൻ ഒരു കാര്യമുണ്ട്. കാരണം അമേരിക്കയിൽ പലർക്കും അറിയാത്തൊരു കാര്യം, ട്രംപ് ആണ് പ്രസിഡന്റ് എങ്കിലും അവിടുത്തെ സിസ്റ്റംസ് എല്ലാം ഡെമോക്രാറ്റ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അവിടുത്തെ അക്കാഡമിയ, മീഡിയ, ബിഗ് ടെക്, ഇതെല്ലാം ഓൺ ചെയ്യുന്നത് ഡെമോക്രാറ്റ്സ് ആണ്. അപ്പൊ അവരുടെ പവർ ഉണ്ട്. അവിടെ ഒരു മാനിപ്പുലേഷൻ നടത്താൻ അവർക്ക് തീർച്ചയായും കഴിയും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഇറ്റ്സ് എ 50-50 ഗെയിം. ബട്ട് ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ ടു മേക്ക് എ പ്രഡിക്ഷൻ, ഞാൻ തീർച്ചയായിട്ടും പറയും ഡൊണാൾഡ് ട്രംപ് ആണ് വിജയി എന്ന്. പക്ഷേ പെൻസിൽവേനിയ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എങ്ങനെയാണ് ഇനി നിർമ്മൽ, ഒരു നിമിഷം. പെൻസിൽവേനിയയിലെ ഏറ്റവും പുതിയ വിവരം ഞാനൊന്ന് പങ്കുവയ്ക്കാം. അവിടെ 58% വോട്ടാണ് ഇതുവരെ എണ്ണിക്കഴിഞ്ഞത്. ട്രംപിന് ഇപ്പോഴത്തെ ലീഡ് 7 ലക്ഷം വോട്ടാണ്. അതായത് 42% വോട്ട് ഇനി എണ്ണാൻ ബാക്കിയുണ്ട്. പെൻസിൽവേനിയയിൽ 20 ഇലക്ട്രൽ വോട്ടുകളാണ് ഉള്ളത്. ഈ 58% എണ്ണിക്കഴിഞ്ഞപ്പോഴുള്ള ഈ 7 ലക്ഷം, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 700,000 വോട്ടിൻ്റെ ഈ ലീഡ് നിലനിർത്താൻ കഴിയുമോ സാധാരണഗതിയിൽ അവിടെയുള്ള ഒരു കൗണ്ടിങ്ങിൻ്റെ ഒരു ഗതി അനുസരിച്ച്? ഒരിക്കലും ഇല്ല. ഇപ്പം അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത്, ഇപ്പം ഇലക്ഷനെ നിങ്ങൾ നോക്കിക്കാണുമെങ്കിൽ ഇപ്പോൾ നോക്കിക്കണ്ടോളൂ. കാരണം 7 ലക്ഷം വോട്ട്സിന്റെ ലീഡുള്ള ഞാൻ ഇനി മുന്നോട്ട് തോക്കണമെങ്കിൽ, കാരണം ഈ ട്രെൻഡ് അനുസരിച്ച് ഇപ്പം മെയിൽ ഇൻ ബാലറ്റ്സിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ വന്നിരിക്കുന്നത് പെൻസിൽവേനിയയിലാണ്. കാരണം പെൻസിൽവേനിയയിൽ അവർ പറയുന്നത് ഒരുപാട് മെയിൽ ഇൻ ബാലറ്റ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് താമസം വരും നമുക്ക് ഇലക്ഷൻ. അതായത് പോൾസ് നടന്നതിന് ശേഷം പോലും ആക്ച്വലി അവിടെ ബാലറ്റ്സ് വരുന്നുണ്ടെന്നുള്ളതാണ് അവിടെ ഏറ്റവും ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അപ്പോൾ അവിടെ ട്രംപിന് സാധ്യത നിലനിൽക്കുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെൻസിൽവേനിയയിൽ ജോ ബൈഡൻ ജയിച്ചാൽ അതിൽ തീർച്ചയായിട്ടും വോട്ടർ ഫ്രോഡ് നടന്നിരിക്കുമെന്ന് വേണം കരുതാൻ. ഈ ട്രെൻഡ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് ജയിക്കും. അതിനൊരു പ്രധാന കാരണം ജോ ബൈഡൻ പെൻസിൽവേനിയ കിട്ടിയേനെ ഒരു റിമാർക്ക് അദ്ദേഹം പറഞ്ഞു, പെൻസിൽവേനിയയിൽ ഫ്രാക്കിംഗ് ബാൻ ചെയ്യുന്ന അദ്ദേഹം ഒരു ക്യാമ്പയിനിൽ പറഞ്ഞാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ പെൻസിൽവേനിയ അദ്ദേഹത്തിന് കിട്ടില്ല. നിർമ്മൽ, ഫ്രാക്കിംഗിലേക്ക് നമുക്ക് തിരിച്ചു വരാം. US തെരഞ്ഞെടുപ്പ് എന്ന പോലെ തന്നെ നാട്ടിലും തുരുതുര വാർത്തകൾ പൊട്ടുകയാണ്. ഇതിനിടയിൽ ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. തിരികെ എത്താം, ദയവായി തുടരുക. നമുക്ക് വിശദമായ അനാലിസിസിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്. ക്യാപ്റ്റൻ അമേരിക്കയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മോടൊപ്പം നിർമ്മൽ എബ്രഹാം തുടരും. നിർമ്മൽ, ഒരു നിമിഷം നമ്മുടെ US ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് സരുൺ A. ജോസ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സരുണിലേക്ക്
ഷാരൂണിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 3 സ്റ്റേറ്റുകൾ, അത് കഴിഞ്ഞ് ഫ്രാക്കിങ്ങിനെ കുറിച്ചും ചോദിക്കേണ്ടതുണ്ട്. നെവാദയിലെ അവസ്ഥ, ആ 2 സ്റ്റേറ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാം. നെവാദയിൽ 77% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ബൈഡന്റെ ലീഡ് 3 ലക്ഷം വോട്ടാണ്. കഴിഞ്ഞ തവണ ട്രംപ് ഇവിടെ നേരിയ വ്യത്യാസത്തിന് തോറ്റ സ്ഥലമാണ് നെവാദയിൽ, 6 ഇലക്ട്രൽ വോട്ടുകൾ. ഇത് ഇത്തവണയും ഡെമോക്രാറ്റുകളുടെ വഴിയെ തന്നെ പോകുന്ന ലക്ഷണമാണോ കാണുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നെവാഡയിലെ ലീഡ് തീർച്ചയായും നെവാഡയിലെ ലീഡ് പറഞ്ഞോളൂ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ. ഓക്കെ, സോ നെവാഡയിലെ ലീഡ് എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. 3 lakhs അല്ല, ആക്ച്വലി 39,000 ആണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം വോട്ടുകൾ തമ്മിലുള്ള. സോ 39,000 ആണ് ഡിഫറൻസ്. അത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഔട്ട്സൈഡ് ചാൻസ് നമുക്ക് അതിനകത്ത് കരുതാം ട്രംപ് ഓവർടേക്ക് ചെയ്യുന്നുള്ളത്. ഇനി അതില്ലെങ്കിൽ കൂടി ഉള്ള സിനാരിയോ നമുക്ക് വെറുതെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 223 വോട്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ന്യൂ ഹാംഷയറിൽ 4 224 ആയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. 224. ഓക്കെ, സോ 224 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെവാഡ കിട്ടിയെന്ന് കരുതിയാൽ തന്നെ 6 വോട്ട്സ് അവിടുന്ന് കിട്ടി, 230. പ്ലസ് ന്യൂ ഹാംഷയർ 4 വോട്ട് കിട്ടി, 234. പിന്നെ ഉള്ളത് ആരിസോണയിൽ 11 വോട്ട്, 245. അതിനപ്പുറം ബൈഡന്റെ റേസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇല്ല. കാരണം ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്ലെയിൻലി ഫ്ലോറിഡയിലാണെങ്കിൽ 98% വോട്ട് എണ്ണിക്കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും 5% മുകളിൽ ലീഡ് ട്രംപിന്, ക്ലിയർ ആയിട്ടൊരു ലീഡ് ട്രംപിനുണ്ട്. പെൻസിൽവേനിയയിൽ മാത്രം ഇത്ര വലിയ ലീഡ് ഉണ്ടെങ്കിലും ഇനിയും വോട്ടുകൾ എണ്ണി തീർക്കാനുണ്ട് എന്നുള്ളതൊരു ഫാക്ടറായിട്ട് നിലനിൽക്കും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് തന്നെ വിജയിക്കും, ഇതിനകത്ത് സംശയമില്ല. ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈഡൻ വിജയിക്കുവാണെങ്കിൽ അത് അത്ഭുതമായിരിക്കും. അതിൽ വോട്ടർ ഫ്രോഡ് നടന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 224 നിന്നും നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു 242 കൂടുതൽ പോവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. സരുൺ കൂടി ചേരുന്നു. സരുൺ, സ്വാഭാവികമായും വിവിധ തരത്തിലുള്ള വിലയിരുത്തൽ, എന്നാലും ഒരു കൃത്യം തീരുമാനം പറയാനുള്ള സമയവുമായിട്ടില്ല. പക്ഷേ ട്രംപിന് മുൻതൂക്കം എന്ന വിലയിരുത്തൽ ഒരു ഭാഗത്ത്. എങ്ങനെയാണ് സരുൺ ഈ മണിക്കൂറിന്റെ കണക്കുകൾ, ഈ നിമിഷത്തിന്റെ കണക്കുകൾ? ഗോപി, ശ്രീ നിർമ്മൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ ജോ ബൈഡന് 240, മാക്സിമം 245 അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം പെൻസിൽവാനിയ അടക്കമുള്ള സ്റ്റേറ്റുകളിലെ അന്തിമ ഫലത്തെ കൂടി ആശ്രയിച്ചിരിക്കും നമുക്ക് ഒരു ഫൈനൽ റിസൾട്ട് പറയാൻ. പെൻസിൽവാനിയയിൽ 2 ദിവസം കൂടി കഴിഞ്ഞേക്കും ഒരു പക്ഷേ അന്തിമ റിസൾട്ട് വരാൻ. പെൻസിൽവാനിയയിൽ 20 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണ് അവിടെയുള്ളത്. അതിലേക്കൂടി റിസൾട്ട് കൂടി വരുമ്പോൾ മാത്രമേ ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ചും വലിയ നഷ്ടമാണ്, പ്രതീക്ഷിക്കാത്തൊരു നഷ്ടമാണ് ജോ ബൈഡന് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. കാരണം ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങൾ പിടിക്കുമെന്ന വലിയൊരു ആത്മവിശ്വാസം ഡെമോക്രാറ്റുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ടെക്സസും ഇക്കുറി ഡെമോക്രാറ്റ് പക്ഷത്തേക്ക് ചായുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അവിടെയും സാധിച്ചില്ല. ഈ ട്രംപിന് ഈ സ്വിംഗ് സ്റ്റേറ്റുകളെല്ലാം ട്രംപിന് വലിയ ലീഡ് അല്ലെങ്കിൽ വലിയൊരു വിജയം നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി പോസ്റ്റൽ വോട്ടും അതുപോലെ തന്നെ ഏർലി വോട്ടും, ഇത് 10 കോടിയോളം വരും ഈ വോട്ടുകളുടെ എണ്ണം. ഈ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ വല്ല അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നാണ് ഡെമോക്രാറ്റ് പക്ഷത്തിന്റെ പ്രതീക്ഷ. അതുതന്നെയാണ് ജോ ബൈഡൻ നേരത്തെ അണികളെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞതും. ഈ മുഴുവൻ വോട്ടും എണ്ണിത്തീരുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും, അതുവരെ ആത്മവിശ്വാസം തുടരുമെന്ന ഒരു പ്രതീക്ഷയാണ് ജോ ബൈഡനും പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ 10 കോടി ഈ ഏർലി വോട്ടുകളുടെ ഒരു വോട്ടിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് ഈ ഡെമോക്രാറ്റ് പക്ഷമെന്ന് തന്നെ കരുതേണ്ടി വരും. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി, സരുൺ എ ജോസ് ആണ് US ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ചേർന്നത്. നിർമ്മൽ, ഒരു കാര്യം കൂടി, 16 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണ് മിഷിഗനിലുള്ളത്. 64% വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ട്രംപ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് തുടർന്നും ട്രംപിന്റെ വഴിയെ പോകും എന്ന് വേണോ കരുതാൻ? തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ലീഡ് ഉണ്ടായിട്ടും പെൻസിൽവേനിയ ആയിരിക്കും. അതാണ് അദ്ദേഹം ഉറ്റുനോക്കുന്ന ഒരു സ്റ്റേറ്റ് പെൻസിൽവേനിയാണ്. മിഷിഗനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഫ്ലോറിഡ, ടെക്സസ് പോലുള്ള സ്റ്റേറ്റ്സിലെല്ലാം അദ്ദേഹം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് ഫ്ലോറിഡ. അപ്പം മിഷിഗനിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെ വിജയിക്കും. പെൻസിൽവേനിയാണ് ഇപ്പോഴും അവസാനം പോലും ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നില്ല, അതിന് കാരണം പെൻസിൽവേനിയ ആയിരിക്കും. പക്ഷേ ഞാൻ തീർത്തും പറയുന്നു, വോട്ടേഴ്സ് പോളിസി ബേസിസിലാണ് വോട്ട് ചെയ്യുന്നത്.
ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്യാനുള്ള 2 കാരണങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഒത്തിരി മൂർച്ചയുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, ഹിസ്റ്റോറിക് ലോ അൺഎംപ്ലോയ്മെന്റ് ആണ് ഫോർ ബ്ലാക്സ്, ഫോർ ഹിസ്പാനിക്സ്, ഫോർ ഏഷ്യൻസ്. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ 70 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് നേടിയെടുക്കാൻ അദ്ദേഹം സാധിച്ചു. 40 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ പോവർട്ടി റേറ്റിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ടാക്സ് കട്ട്സ് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ ബ്ലാക്സിനായിട്ടാണെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റീസിലോട്ട്, ഹിസ്റ്റോറിക്കലി ബ്ലാക്ക് യൂണിവേഴ്സിറ്റീസിലോട്ടുള്ള സ്പെൻഡിങ് 14% വർദ്ധിപ്പിച്ചു. ബ്ലാക്സിന് വേണ്ടി മ്യൂസിക് മോഡേണൈസേഷൻ ആക്ട് കൊണ്ടുവന്നു. അതുപോലെ പ്രിസൺ റിഫോം കൊണ്ടുവന്നു. സോ അതുകൊണ്ട് ഈ മൈനോറിറ്റി വോട്ടുകളെല്ലാം ബൈഡന് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വയ്യ മിഷിഗനിൽ. പ്ലസ് ഏറ്റവും വലിയ നെഗറ്റീവ് ബൈഡന്റെയും കമല ഹാരിസിന്റെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ്, ഇരുകൂട്ടരും ഫ്രാക്കിങ്ങിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പെൻസിൽവേനിയയിൽ ക്യാമ്പയിനിങ്ങിന് പോയ സമയത്ത് പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ ഇപ്പൊ കഴിഞ്ഞ സെക്കൻഡ് ഡിബേറ്റിൽ, അതായത് ഫൈനൽ ഡിബേറ്റിൽ ഡൊണാൾഡ് ട്രംപ് അവിടെ വെച്ച് നേരിട്ട് തന്നെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഫ്രാക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ജോ ബൈഡൻ? അപ്പൊ അദ്ദേഹം ഒരു കൺക്ലൂസീവ് ആയിട്ടൊരു നിലപാട് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കത് പറയാൻ കഴിയില്ല, ഒരു പക്ഷേ ഞങ്ങളത് ബാൻ ചെയ്തേക്കും എന്ന ഒരു ഫിയർ പെൻസിൽവേനിയൻസിനുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ മടിച്ചിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് വിജയിച്ചിരിക്കും, സംശയമില്ല. ശരി നിർമ്മൽ, തിരികെ വരാം. താങ്കൾ തുടരണം. ഒരു ഇടവേള കൂടി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം US തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി തിരികെ എത്താം.